പല്ലു തേച്ച് പ്രാതലിനിരുന്നു. ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡലികൾ. 2 ഇഡ്ഡലി ചട്നിയിൽ മുക്കി തിന്നു. 2 എണ്ണം പൊടി കൂട്ടി തിന്നു. 2 എണ്ണം മുളകരച്ചത് കൂട്ടി തിന്നു. 2 എണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു. 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. പഴയരിച്ചോറ്, വെണ്ടയ്ക്ക സാമ്പാർ, ഇളവനും പച്ചമുളകും ചേർത്ത് ഓലൻ, വഴുതനങ്ങയും ഉള്ളിയും ചേർന്നുള്ള മെഴുക്കുപുരട്ടി, കടുമാങ്ങ, പപ്പടം, മോര് ഉണ്ടു. അട്ട മുട്ടുന്നതുവരെ ഉണ്ടു. ട്രാൻസിസ്റ്ററും എടുത്ത് കിടപ്പുമുറിയിൽ പോയി. റേഡിയോ തലയ്ക്ക് വെച്ച് കിടന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു. തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു. 2 മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി. 3 മണിവരെ കിടന്നുറങ്ങി. 3:30 ചായ, പലഹാരം. അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരുക്കനായി അരച്ച് മുരിങ്ങയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു. 3 എണ്ണം തിന്നു. തളരുവോളം ചായ കുടിച്ചു. സായന്തനത്തിൻ്റെ പുറത്ത് സവാരിക്കിറങ്ങി. ബഹുദൂരം നടന്നു. വഴിക്ക് ആരോടും മിണ്ടിയില്ല. സന്ധ്യയ്ക്ക് ഗൃഹം പോകി. അസനയേലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ച് കുളിച്ചു. 8-ന് അത്താഴം. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും. 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു. ജീവിതത്തിൽ കൃതകൃത്യത അനുഭവപ്പെട്ടു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു. ഇനി മരിക്കാം. ഇതൊരു ചാൻസാണ്. മരിക്കാൻ കിടന്നു. യഥാസമയം മരിച്ചു. പുലർച്ചെ ശവമെടുത്തു. വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ചവാഹകരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡലി തന്നെയല്ലേ?